السلام عليكم ورحمة الله وبركاته. الحمد لله على إحسانه والشكر له على توفيقه وامتنانه. أشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه، وأشهد أن محمدا عبد الله ورسوله الداعي إلى رضوانه وعلى آله وصحبه وإخوانه. أعوذ بالله من الشيطان الرجيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. കർണാടക സ്റ്റേറ്റിലെ കൊടക് പ്രദേശത്തുള്ള നാപ്പോക്ക്, ഞാൻ പറയുന്ന പേര് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് പരിചയപ്പെട്ടതാണ്. നാപ്പോക്ലു എന്ന സ്ഥലത്ത് വളരെ മനോഹരമായ ഒരു ആരാധനാലയം, ഒരു പള്ളി, അതിൻ്റെ പണി പൂർത്തിയാക്കി ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ വിശുദ്ധ ഗേഹം നമ്മുടെ പള്ളി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സഹോദരന്മാരെ, കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വളരെ അധികം സ്ഥലത്ത് ഇതുപോലെയുള്ള ആരാധന ഭവനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്നലെയും ഒരു പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. അതിൻ്റെ മുമ്പുള്ള ദിവസങ്ങളിലും ഞാൻ തന്നെ ഏകദേശം ഒരു 4-5 പുതിയ പള്ളികളുടെ ഉദ്ഘാടനത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ പുക്കിപ്പറമ്പിൽ നമ്മുടെ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പള്ളി ഇന്ന് ആ പരിപാടിയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സമൂഹത്തിൽ സത്യത്തോടും അള്ളാഹുവിൻ്റെ ദീനിനോടും മതത്തോടുമൊക്കെയുള്ള ആഭിമുഖ്യം വർദ്ധിക്കുകയും അങ്ങനെ മനുഷ്യ സമൂഹത്തെ നന്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം പള്ളികളാണ് എന്നതുകൊണ്ട് മുസ്ലിങ്ങൾ ഒരു പള്ളി സ്ഥാപനങ്ങൾക്ക്, പള്ളി നിർമ്മാണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മക്ക ജീവിതത്തിൽ നിന്ന് മദീന ജീവിതത്തിലേക്ക് ഹിജറ വന്നപ്പോൾ ആദ്യമായി അദ്ദേഹം ഏർപ്പെട്ട ഒരു സംരംഭം പള്ളി നിർമ്മാണമാണ്. അതാണ് ഇന്ന് നാം അറിയപ്പെടുന്ന മസ്ജിദ് ഖുബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയെടുത്ത് പിന്നീടാണ് മദീനത്ത് വരുന്നത്. മദീനയിൽ മസ്ജിദ് നബവി, പ്രധാനപ്പെട്ട 3 പള്ളികളിൽ ഒന്നായ മസ്ജിദ് നബവി അവിടെ സ്ഥാപിക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മുഴുവൻ ശ്രമദാനം നടത്തി. അതിന് മുമ്പായി അതിന് സ്ഥലം വാങ്ങി, പിന്നെ ആ സ്ഥലത്ത് നിർമ്മാണ ഉപകരണങ്ങൾ ശേഖരിച്ച് അവിടെ കെട്ടിമറച്ച് ഒരു നല്ല പള്ളി, അന്നത്തെ കാലത്തെ ഒരു പള്ളി ഉണ്ടാക്കി. പിന്നീട് അതിൻ്റെ ധാരാളം വികസനങ്ങൾ, നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയ മസ്ജിദ് നബവി ഇന്ന് എന്താണ് എന്നുള്ളത് നിങ്ങൾ പലരും അവിടെ സന്ദർശിച്ച ആളുകളായിരിക്കും, അല്ലെങ്കിൽ അടുത്ത് തന്നെ അവിടെ സന്ദർശിക്കാൻ ആഗ്രഹമുള്ള ആളുകളായിരിക്കും. വളരെ വിശാലമായ, ധാരാളക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരേ സമയം നമസ്കരിക്കാൻ സാധിക്കുന്ന വളരെ വിശാലമായ മസ്ജിദ് നബവി, ആ രൂപത്തിലേക്ക് അത് പരിവർത്തനം ചെയ്യപ്പെട്ടു. അൽഹംദുലില്ലാഹ്. അങ്ങനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ് പള്ളികൾ.
ഇവിടെ ലോകത്ത് അള്ളാഹു അല്ലാത്ത ധാരാളം ശക്തികളെന്ന് സങ്കല്പിക്കപ്പെടുന്ന ദൈവങ്ങളെ പലരും ആരാധിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം, ആ സമുദായത്തിൻ്റെ വിശ്വാസം ബഹുമാനിക്കപ്പെടണം. പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഏക ദൈവവിശ്വാസികളാണ്. വളരെ ലളിതമാണ് ആ ആശയം. എല്ലാവരും അള്ളാഹുവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ലോകത്ത് ഒന്ന് ഖാലിക്കും മറ്റെല്ലാം മഖ്ലൂക്കുമാണ്. ചരങ്ങളാകട്ടെ അചരങ്ങളാവട്ടെ, ജീവനുള്ളവയാകട്ടെ ജീവനില്ലാത്തവയാകട്ടെ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണ്. ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ സ്തവാ അലൽ അർശ്. ആകാശങ്ങളെയും ഭൂമിയെയും ആകാശഭൂമികൾക്കിടയിലുള്ളതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് ആ സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയതിന് ശേഷം അവൻ അവൻ്റെ സിംഹാസനത്തിലിരുന്നു, ഉപവിഷ്ടനായി. മാലക്കും മിൻ ദൂനിഹി മിൻ വലിയ്യിൻ വലാ ശഫീഇൻ. ആ ആകാശഭൂമികളുടെയും അതിനിടയിലുള്ള വസ്തുക്കളുടെയും സൃഷ്ടാവായ അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് ഒരു രക്ഷാധികാരിയോ ഒരു ശുപാർശകനോ ഇല്ല. അഫലാ തതദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അങ്ങനെ ഏകനായ അള്ളാഹുവിനെ, അവൻ സൃഷ്ടികളിൽപ്പെട്ട എല്ലാ നിലക്കും സൃഷ്ടികളിൽ നിന്ന് ലൈസ കമിസ്ലിഹി ഷൈ, അവനെപ്പോലെ ഒന്നുമില്ല. ഒരു സൃഷ്ടികൾക്കും അവനോട് സാദൃശ്യമില്ല. അവൻ്റെ രൂപമോ സ്വഭാവമോ ഗുണങ്ങളോ ഒന്നും സൃഷ്ടികൾക്കില്ല. എല്ലാം വ്യത്യസ്തനായ ലോകരക്ഷിതാവായ ഹയ്യും ഖയ്യൂമുമായ എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തെ മുഴുവൻ ഖയ്യൂം നിയന്ത്രിക്കുന്നവനായ മുദബ്ബിറുൽ ആലം, ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവനായ പടച്ചതമ്പുരാൻ. അവന് മരണമില്ല, എല്ലാ വസ്തുക്കളും കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഭൂമിയിലുള്ളത് മുഴുവൻ നശിക്കും, എല്ലാവരും അവർ നശിച്ചു പോകും. അള്ളാഹുവിൻ്റെ മുഖം മാത്രം ബാക്കിയാവും. അവന് സാഹിബത്തില്ല, ഭാര്യയില്ല. ലം യലിദ് വലം യൂലദ്, ഏതെങ്കിലും ഒരു കുഞ്ഞിന് അവൻ ജന്മം കൊടുത്തിട്ടില്ല. ഇന്ന ആൾ അള്ളാഹിൻ്റെ പുത്രനാണ് എന്ന് അവകാശപ്പെടാൻ അള്ളാഹു അത് അംഗീകരിക്കുന്നില്ല. അള്ളാഹുവിന് അങ്ങനെ പുത്രന്മാരില്ല. വഖാലു ഇത്തഖദല്ലാഹു വലദ ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദ തകാദു സ്സമാവാതു യതഫദ്ദർന മിൻഹു വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദ അൻ ദഅൂ ലിർറഹ്മാനി വലദ. അവർ പറഞ്ഞു അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. വളരെ ബാലിശവുമായ, വളരെ ഗൗരവം നിറഞ്ഞ കുറ്റകരമായ ഒരു വിശ്വാസമാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ പറയുന്ന ഈ ആരോപണം, അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു, ഇന്ന വ്യക്തി അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് ആരെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തകാദു സ്സമാവാതു യതഫത്തർന വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദ. ആകാശങ്ങൾ അതിൻ്റെ ഗൗരവം കൊണ്ട് പൊട്ടിപ്പിളരാറായി, ഭൂമി തുറന്ന് അത് പിളർന്നു പോകാറായി, വലിയ വൻമലകൾ അത് ഉരുണ്ടു വീഴാറായി. എന്താണ് ഇതൊക്കെ പറയുന്നത്? ഇതിൻ്റെ ഗൗരവം. അള്ളാഹു അംഗീകരിക്കാത്ത, സത്യത്തിന് വിരുദ്ധമായ, ഒരു നിലക്കും പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ പറ്റാത്ത ഒരാരോപണം മാത്രമാണ് പടച്ചവന് സന്തതിയുണ്ട് എന്ന വാദം. അത് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള വളരെ ഗൗരവമേറിയ ഒന്നാണ് അള്ളാഹു നിഷേധിക്കുന്നത്. ഇല്ല, ലം യലിദ്, അവൻ ഒരു കുഞ്ഞിനും ജന്മം കൊടുത്തിട്ടില്ല. വലം യൂലദ്, ഏതെങ്കിലും മാതാപിതാക്കളുടെ സന്തതിയായി ജനിച്ചവനുമല്ല. അവൻ ഏകനാണ്.
എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. അവൻ്റെ അറിവിൽ നിന്ന് ഒന്നും മറഞ്ഞു പോകുന്നില്ല. ഒമാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ. എത്രയോ ഇലകൾ താഴോട്ട് വീണു പോകുന്നു മരത്തിൽ നിന്ന്. നമുക്കാർക്കും അതിൻ്റെ എണ്ണം എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ അള്ളാഹു പറയുന്നു വിശുദ്ധ ഖുർആനിൽ, ഒരില പോലും താഴോട്ട് വീണു പോകുന്നത് അവൻ്റെ ജ്ഞാനത്തിൽപ്പെടാതെയില്ല. അത്രമാത്രം വിശാലമായ അറിവും എല്ലാ രഹസ്യങ്ങളും, നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള കാര്യങ്ങൾ വരെ വ്യക്തമായി അറിയാവുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല, അവനല്ലാതെ വേറെ ആർക്കാണ് ആരാധ്യനാകാനുള്ള അർഹതയുള്ളത്? വേറെ ആർക്കാണ് ഇതിന് അവകാശമുള്ളത്? ഒരു കുറഞ്ഞ കാലം ജീവിച്ച് മരണപ്പെട്ടു പോകുന്ന മനുഷ്യർക്കോ, അതല്ലെങ്കിൽ നമ്മൾ ചോദിച്ചാലോ സംസാരിച്ചാലോ നിങ്ങൾക്ക് ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത, അതഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉകും ശൈഅൻ വലാ യദുറുകും ഉഫ്ഫിൽ ലക്കും വലിമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഫലാ തഅഖിലൂൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അബ്രഹാം അദ്ദേഹത്തിൻ്റെ ജനങ്ങളോട് ചോദിച്ചു, അതഅബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ ഒഴിവാക്കി പകരമായി നിങ്ങൾ ആരാധിക്കുകയാണോ? നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യാത്ത, നിങ്ങൾക്കൊരു ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്ത വസ്തുക്കളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഉഫ്ഫിൽ ലക്കും, നിങ്ങൾക്ക് നാശം. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഉഫ്ഫിൽ ലക്കും വലിമാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന കൃത്രിമങ്ങളായ, കളങ്കം നിറഞ്ഞ, സത്യത്തോട് ഒരു യോജിപ്പുമില്ലാത്ത വ്യാജ ദൈവങ്ങൾ, ആ ദൈവങ്ങൾക്കും നാശം. അഫലാ തഅഖിലൂൻ, അഖിലുള്ള ബുദ്ധിയുള്ള മനുഷ്യന്മാരെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിക്കൂടെ, നിങ്ങൾ ഏതിനെയാണ് ആരാധിക്കുന്നത്? അപ്പോൾ ഇത്ര വ്യക്തമായ ഏകദൈവ വിശ്വാസത്തിൻ്റെ സന്ദേശം മനുഷ്യലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച ഏകമതം ഇസ്ലാമാണ്. അതുകൊണ്ട് തന്നെ അഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. അതുകൊണ്ട് മനുഷ്യൻ്റെ ഫിത്രത്ത്, മനുഷ്യൻ്റെ സ്വതന്ത്രമായ അവൻ്റെ പ്രകൃതി ആവശ്യപ്പെടുന്നത് ഈ ഏകദൈവ വിശ്വാസമാണ്. ആ ഏകദൈവ വിശ്വാസത്തിൻ്റെ നേരെ നീ മുഖം തിരിക്കണം, നീ അത് സ്വീകരിക്കണം. ഹനീഫൻ, മധ്യവർത്തികളില്ലാതെ. ആ മഹാനായ റബ്ബിൻ്റെയും നിൻ്റെയും ഇടയ്ക്ക് ഒരു മധ്യവർത്തികൾ ആവശ്യമില്ല. നിനക്ക് നിൻ്റെ ആവശ്യങ്ങൾ നേരിട്ട് അള്ളാഹുവിനോട് ചോദിക്കാം. അതിന് ഇടയാളന്മാരായ ഒരു മൂന്നാം ശക്തിയോടത് പറഞ്ഞ് അവർ പടച്ചവനോട് ശുപാർശ ചെയ്ത് നിനക്ക് നേടിത്തരേണ്ട ഒരാവശ്യവുമില്ല. അതുകൊണ്ട് ആ റബ്ബിൻ്റെ അടുക്കലേക്ക് നീ മുഖം തിരിക്കണം. ലാ തബ്ദീല ലിഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് സ്ഥിരമാണ്. അതിനെ മാറ്റിമറിക്കുന്നവനും അവതാളത്തിലാക്കാനും സാധിക്കുന്നവൻ ആരുമില്ല. ദാലിക ദീനുൽ ഖയ്യിം, ഏറ്റവും ചൊവ്വായ, ഏറ്റവും ഋജുവായ, ഏറ്റവും പരിശുദ്ധമായ, മാനവകുലത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ഏറ്റവും സംശുദ്ധമായ മതം ദാലിക ദീനുൽ ഖയ്യിം. പക്ഷേ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, മനുഷ്യരിൽ ഭൂരിപക്ഷവും അറിവില്ലാത്തവരായിപ്പോയി. എന്ത് ചെയ്യാനാണ്? അങ്ങനെ അറിവില്ലാത്ത ജനങ്ങൾക്ക് എന്നെന്നും നിലനിൽക്കുന്ന ഈ സത്യം അത് പഠിപ്പിച്ചു കൊടുക്കുവാനാണ് ഈ ആരാധനാലയങ്ങൾ. നേർക്കുനേരെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. അതിനിടയിൽ ഇടയാളന്മാരോ മധ്യവർത്തികളോ ഔലിയാക്കളോ അതുപോലെ മറ്റു ദൈവങ്ങളോ പ്രതിഷ്ഠകളോ ഒന്നുമില്ല. നേരെ മറിച്ച് ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാനിതാ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. അപ്പോൾ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലിസ്തജീബു ലി ഫലിയുമിനു ബി ലഅല്ലഹും യർശുദൂൻ. എന്നെപ്പറ്റി എൻ്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ പറയണം, ഞാൻ അവരുടെ സമീപത്തുള്ളവനാണ്. സമീപം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കുക എന്നല്ല ഇതിനർത്ഥം. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ അറിവും മേൽനോട്ടവും ജ്ഞാനവും അറിവും ശ്രദ്ധയും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്.
അവനറിയാതെ നമ്മുടെ കൈ പോലും അനക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ഓരോ ചലനങ്ങളും അവൻ അറിഞ്ഞുകൊണ്ടുള്ളതാണ്. നമ്മുടെ ജന്മം എപ്പോൾ നടക്കുന്നു അത് അവനറിയാം. നമ്മുടെ മരണം എപ്പോൾ നടക്കുന്നു അത് അവനറിയാം. യതവഫാക്കും മലക്കുൽ മൗത്തുല്ലദീ വുക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. നിങ്ങളെ മരണപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ആ സമയം വരുമ്പോൾ ആ മലക്ക് വന്ന് നിങ്ങളുടെ ജീവൻ ഏറ്റെടുക്കും. എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും. ഒരു സമയം തെറ്റിപ്പോയില്ല. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഒരു മിനിറ്റ് പോലും അത് നേരത്തെ ആയി പോവുകയോ ഒരു മിനിറ്റ് പോലും അത് വൈകി പോവുകയോ ഇല്ല. കറക്റ്റ് ടൈമാണ്. നിങ്ങൾ നനച്ചിരിക്കാത്ത ഒരു സമയത്ത് നിങ്ങളത് വന്ന് പിടികൂടും. ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? പടച്ചതമ്പുരാനാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിന് ആരാധിക്കാൻ വേണ്ടിയാണ് ഭൂമിയിൽ ആരാധനാലയങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത്. അന്നൽ മസാജിദലില്ല. നേരത്തെ ആ ഖിറാത്തോടിയ കുട്ടി ഇവിടെ പറഞ്ഞല്ലോ, അന്നൽ മസാജിദലില്ല വലാ തദ്ഉ മഅ അല്ലാഹി അഹദ. പള്ളികളെല്ലാം പടച്ചവൻ്റേതാണ്. അതുകൊണ്ട് ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അള്ളാഹുവിനോടൊപ്പം ഒന്നിനോടും നിങ്ങൾ ദുആ ചെയ്യരുത്. ദുആ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. അതിന് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം പള്ളികൾ സ്ഥാപിക്കുന്നതും അത്തരം പള്ളികൾ പരിപാലിക്കുന്നതും അത്തരം പള്ളികളെ നിലനിർത്തി കൊണ്ടുപോകുന്നതും അവിടെ ആ പള്ളി നിലനിൽക്കാൻ ആവശ്യമായ സേവനങ്ങൾ ശാരീരികമായും സാമ്പത്തികമായും ചെയ്യുന്നതുമൊക്കെ തഖ്വയുടെ അടയാളമാണ്. കാരണം പള്ളികൾ അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ്. പടച്ചവൻ്റെ കുറേ വസ്തുക്കൾ അള്ളാഹുവിൻ്റെ അടയാളങ്ങളായി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. വിശുദ്ധ കഅബാലയം അള്ളാഹുവിൻ്റെ അടയാളമാണ്. അതുപോലെ സഫ മർവ അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ്. ഹജ്ജിൻ്റെ അമലുകൾ നടക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ്. അതേപ്രകാരം തന്നെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ അടയാളമാണ്, കലാമുല്ലാ. അതേപ്രകാരം തന്നെ പള്ളികൾ അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ്. വമൻ യുഅള്ളിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ അടയാളങ്ങളെ ആരാണോ ആദരിക്കുന്നത്, ആരാണോ അതിനോട് ബഹുമാനം കൽപ്പിക്കുന്നത്, അത് അവൻ്റെ ഹൃദയത്തിലുള്ള പടച്ചവനെക്കുറിച്ച് പേടിയുടെ അടയാളമാണ്. ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അതുകൊണ്ട് തന്നെ ഈ പള്ളികൾ പരിപാലിക്കാൻ ചുമതലപ്പെട്ട മുസ്ലിം പള്ളികൾ പരിപാലിക്കപ്പെടാൻ ചുമതല ഏർപ്പെട്ട വിശ്വാസികൾ ആരാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് തൗബ അതിന് 18-ാമത്തെ വചനം. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിൻ്റെ പള്ളികൾ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്, അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കുന്നത് ആരാണ്? അതിന് ഉത്തരം അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. മൻ ആമന ബില്ലാഹി, അള്ളാഹുവിലുള്ള ഈമാൻ ഉൾക്കൊണ്ട ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ. വൽ യൗമിൽ ആഖിർ, ഈ ജീവിതത്തിന് ശേഷം ശാശ്വതമായ മറ്റൊരു ജീവിതമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ. വ അഖാമസ് സലാത്ത, 5 നേരവും അവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട നമസ്കാരം സമയം തെറ്റാതെ നിലനിർത്തിക്കൊണ്ടുപോകുന്നവർ. വ ആതസ് സകാത്ത, അള്ളാഹു അവർക്ക് ജീവിതത്തിൻ്റെ നിലനിൽപ്പായി നൽകിയിട്ടുള്ള ധനം. വലാ തൂതു സുഫഹാ അംവാലക്കുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമൻ, നിങ്ങൾക്ക് ജീവിക്കാനും നിങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ എല്ലാം നേടിയെടുക്കാനും വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആധാരമായി നിശ്ചയിക്കപ്പെട്ട ധനം, സമ്പത്ത്, അത് വിഡ്ഢികൾക്ക് കൊടുക്കരുത്. അത് കൈകാര്യം ചെയ്യാൻ വിവരമില്ലാത്ത ആളുകളുടെ കയ്യിൽ ഏൽപ്പിക്കരുത്. അവരുടെ സമ്പത്ത് കൂടി നിങ്ങൾ സംരക്ഷിച്ച് അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം. അല്ലാതെ എൻ്റെ സ്വത്തല്ല, ഈ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് കൃത്യമായ ബുദ്ധിയില്ലാത്തവർക്ക് ആ സമ്പത്ത് കൊടുത്താൽ അവരെ നശിപ്പിച്ച് കളയുന്ന ഖുർആൻ പറയണത്. അതുകൊണ്ട് അവർക്ക് കൊടുക്കരുത്. അപ്പം അവിടെ എന്താ പറയുക? നിങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ധനം, ആ ധനത്തിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക നിശ്ചിതമായ ഒരു പരിധിയിൽ നിങ്ങളുടെ ധനം എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എത്ര കൊടുക്കണം, ഇന്ന ഇനങ്ങളിൽ ഇത്ര മറ്റുള്ളവർക്ക് സഹായിക്കണം. അതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് നിർബന്ധദാനമാണ്. ഉള്ളവരിൽ നിന്ന് വാങ്ങുകയും ഇല്ലാത്തവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് സക്കാത്ത്. അങ്ങനെ അത് നിർവഹിക്കുന്ന ആളുകളാണ്. അവസാനമായി പറഞ്ഞത് വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തികളെയും അവർ ഭയപ്പെടുന്നില്ല. അള്ളാഹുവിനെയാണ് അവർ ഭയപ്പെടുന്നത്, മറ്റൊരു ശക്തികളെയും അവർ ഭയപ്പെടുന്നില്ല.
അതുകൊണ്ട് തന്നെ പലരും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളികൾക്ക് പരിസരത്ത് പലപ്പോഴും അതിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തൊട്ടുരുമ്മിക്കൊണ്ട് മക്ബറകൾ പൊന്തുന്നു. അതിനകത്ത് മറമാടപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച ചരിത്രവും പോലും വ്യക്തമായി അതിനെ പരിചരിക്കുന്ന ആളുകൾക്കറിയില്ല. എന്തെല്ലാമോ അത്ഭുതങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണ്. രോഗങ്ങൾ മാറുന്നു, സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനം ലഭിക്കുന്നു, വളരെ വിഷമിച്ച് ജീവിക്കുന്നവർക്ക് ഐശ്വര്യം ലഭിക്കുന്നു, ആയുസ് നീട്ടിക്കിട്ടുന്നു, അദൃശ്യമായ വിവരങ്ങൾ അവിടെ ചെന്നാൽ അറിയാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് പ്രചാരകന്മാർ നമ്മുടെ നാട്ടിലെ പല കമേഴ്ഷ്യൽ വസ്തുക്കളും മാർക്കറ്റ് ചെയ്യുന്നത് ഇതുപോലെയുള്ള പ്രചാരണം നടത്തിയിട്ടാണ്. അതേ പ്രകാരം തന്നെ വായ കൊണ്ട് വായിലേക്ക് ഇപ്രകാരം കളവുകൾ പ്രചരിപ്പിച്ചതിന് ശേഷം, മായാവി കഥകൾ പറഞ്ഞുണ്ടാക്കിയതിന് ശേഷം അവിടേക്ക് ആളുകളെ ആകർഷിക്കുന്നു. തൊട്ടടുത്ത പള്ളിയിൽ കയറാൻ പെണ്ണുങ്ങൾക്ക് അവകാശമില്ല. എന്നാൽ ആ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന മക്ബറകളിൽ ഇഷ്ടം പോലെ വരാം. അവിടെ കാണിക്കകൾ കൊടുക്കാം, നേർച്ചകൾ അർപ്പിക്കാം. പള്ളിയുടെ അകത്ത് നമസ്കരിച്ച് പുറത്തിറങ്ങിയാൽ മറ്റൊരു നമസ്കാരം, അഥവാ ആ ഖബറിൻ്റെ മുമ്പിൽ സുജൂദ്. ആ ഖബറിനോടുള്ള ചോദ്യം ഇത് ശിർക്കാണ്, ബഹുദൈവ ആരാധനയാണ്. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന പ്രവൃത്തിയെ, ഷിർക്കിനെ പുറത്തു തരികയില്ല. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വല തകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ഭൂമിയിൽ വന്ന മുഴുവൻ പ്രവാചകന്മാർക്കും, താങ്കൾക്ക് മുമ്പ് വന്ന ആൾക്കാർക്കും, നബിക്ക് ശേഷം പിന്നെ പ്രവാചകനില്ല. അദ്ദേഹം അന്ത്യപ്രവാചകനാണ്, ആഖിർ റസൂൽ, ഖാതമുർ റസൂൽ. അപ്പം അദ്ദേഹത്തിനും മുമ്പ് വന്നുപോയ പ്രവാചകന്മാർക്കും ഒക്കെ ഒരു സന്ദേശം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ലൈൻ അശ്റക്ത, ആ അള്ളാഹുവിൽ മറ്റൊരു ശക്തിയെ നീ പങ്കു ചേർത്താൽ ലയഹ്ബതന്ന അമലുക, പിന്നെ നിൻ്റെ നമസ്കാരം, നിൻ്റെ നോമ്പ്, നിൻ്റെ സദഖ, നിൻ്റെ കുടുംബ സന്ദർശനം, നീ ചെയ്യുന്ന എല്ലാ സാലിഹായ അമലുകളും വൃഥാവിലായി. അതൊന്നും നിനക്ക് അനുകൂലമായി അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുകയില്ല. അതിനെല്ലാം പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ച് ധാരാളക്കണക്കിന് ഏക്കറക്കണക്കിന് ഭൂമിയും ഏക്കറക്കണക്കിന് സമ്പത്തും 8-10 JCBകളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഭൗതിക സൗകര്യങ്ങളും നിങ്ങളുടെ വിശ്വാസം ശരിയാകാതെ അതിനെ മലിനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ധർമ്മം ചെയ്തു എന്നിരിക്കട്ടെ, ഒരിക്കലും ആ ധർമ്മം അള്ളാഹു സ്വീകരിക്കുകയില്ല. കാരണം നിങ്ങളുടെ അഖീദ ശരിയല്ല. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കുമെന്നാണ് നിങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ മോഷണം നടത്തി പിടിച്ച ഒരു സഹോദരനോട് അള്ളാഹുവിനെ പിടിച്ച് ഞാൻ മോഷണം നടത്തിയിട്ടില്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞാൽ അവൻ 100 പ്രാവശ്യം സത്യം ചെയ്യും. അല്ലാഹി ഞാൻ സത്യം ചെയ്യും, മോഷണം നടത്തിയിട്ടില്ല, ഞാൻ കട്ടടിച്ചില്ല, ഞാൻ കള്ളനല്ല എന്ന് പറയും. എന്നാൽ കോഴിക്കോടുള്ള ഷെയ്ഖിൻ്റെ പള്ളിയുടെ ജാറത്തിൽ നിന്നെ കൊണ്ടുപോകും. അവിടെ നിന്ന് ആ ഷെയ്ഖിൻ്റെ പേര് പറഞ്ഞ് നീ കളവ് നടത്തിയിട്ടില്ല എന്നുണ്ട് പറയോ? അതിനുവേണ്ടി അവനെ കൊണ്ടുപോകുമോ? ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി നിങ്ങൾ ബുദ്ധിമുട്ടാവുന്നു വേണ്ട, ഞാനാണ് ആ കളവ് കട്ടിട്ടുണ്ട്. അവിടെ എത്തിയാൽ അത് തെളിയാതിരിക്കൂല. അത്ര വലിയ മഹാനാണ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് അയാളെ മുമ്പിൽ എനിക്കൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. ഉടനെ വിളിച്ചു പറയും ഞാൻ കട്ടിട്ടുണ്ടോ എന്ന് വിളിച്ചു പറയും. അപ്പം അള്ളാഹിനെ പേടില്ലാതെ 100 തവണ നുണ പറയുന്നു കട്ടിട്ടില്ല എന്ന്. എന്നാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടി, ഏതോ കാലത്ത് മരിച്ചുപോയ ഒരു മനുഷ്യൻ, അയാൾക്ക് ഒരു പ്രത്യേക ദൂരം വരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കേൾക്കാൻ കഴിയുള്ളൂ. മരിച്ചു പോയാൽ പിന്നെ ഒന്നും കേൾക്കൂല എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കൂല. വലൗ സമീഉ മുസ്തജാബു ലക്കും, കേട്ടു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല. അങ്ങനെയുള്ള മനുഷ്യന്മാരോടാണ് ഇവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകളെ പള്ളിയുടെ പരിസരത്ത് മറമാടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിയമപ്രകാരം അത്തരം പള്ളികളിൽ നിസ്കരിക്കാൻ തന്നെ പാടില്ല. ജാറമുള്ള പള്ളികളിൽ ലാ സലാത്ത ഫീഹി, നമസ്കാരം വിരോധിക്കപ്പെട്ടതാണ്. അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കപ്പെടുന്നതിന് തൊട്ടടുത്തുള്ള പള്ളികളിൽ അവിടുത്തെ നിസ്കാരത്തിന് എന്താണ് പ്രത്യേകത? ഒരു പ്രത്യേകതയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഉയർന്നു നിൽക്കുന്ന ഈ മസ്ജിദു തൗഹീദ്, അത് മസ്ജിദു തൗഹീദ് എന്ന അതിൻ്റെ പേര്. ഏകദൈവാരാധനക്കുള്ള, ഏകനായ പടച്ചവനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ഗേഹം, അതിനെ ആരാധിക്കുന്ന ആളുകൾ, പരിപാലിക്കുന്ന ആളുകൾ, വലം യഖ്ശ ഇല്ലല്ലാഹ്,
അള്ളാഹുവിനെ അല്ലാതെ അവർ മറ്റാരെയും ഭയപ്പെടുകയില്ല. ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ. അപ്പോൾ അവരാരായിരിക്കും? അവർ സന്മാർഗം പ്രാപിച്ച ആളുകളാണ്. അതുകൊണ്ടൊന്ന് പള്ളിയുടെ പരിപാലനം, മറ്റൊന്ന് ആ പള്ളികളിൽ ആരാധന നടക്കണം, കൃത്യമായ ആരാധന നടക്കണം, അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കണം. എന്നിട്ട് ആ പരിസര പ്രദേശങ്ങളിലുള്ള മുസ്ലിങ്ങൾ സമയമാകുമ്പോൾ ആ പള്ളിയിലെത്തണം. പ്രത്യേകിച്ച് ജമാഅത്ത് നമസ്കാരം വളരെ പ്രധാനമാണ്. കാരണം വളരെ ഗൗരവത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജമാഅത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിയിലേക്ക് ഇരുട്ടിൽ പോലും പള്ളിയിലേക്ക് പോകുന്ന ആളുകളെ അനുമതിച്ചുകൊണ്ട് പറഞ്ഞു, ബശ്ശിരിൽ മുശാഇന ഫിൽ ദുലമി ഇലൽ മസാജിദ് ബിന്നൂരി താമി യൗമൽ ഖിയാമ. ആ പള്ളികളിലേക്ക് വെളിച്ചമില്ലാത്ത സമയത്ത് പോലും നടന്നു പോകുന്ന ആളുകൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കണം. കാരണം ആ പള്ളിയിലേക്ക് അവർ ഇരുട്ടത്ത് നടന്നു പോകുന്നതിൻ്റെ പ്രതിഫലം മരണാനന്തര ജീവിതത്തിൽ ഒരു വെളിച്ചവും ഇല്ലാത്ത ദിവസം അവർക്ക് വെളിച്ചം കിട്ടലാണ്. സഹോദരന്മാരെ, പരലോകത്ത് ഇരുട്ടുമുണ്ട്, വെളിച്ചവുമുണ്ട്. വെളിച്ചം അള്ളാഹുവിൻ്റെ വിശ്വസിച്ച് മുവഹിദീങ്ങളായ ആളുകൾ, ആരാധന നടത്തിയ ആളുകൾ, സ്വർഗത്തിന് അവകാശികളായ ആളുകൾ, അവർ പോകുന്നിടത്തൊക്കെ അവിടെ കൂടെ വെളിച്ചമുണ്ടാവും. റബ്ബന അത്മിം ലനാ നൂറന വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. റബ്ബന അത്മിം ലനാ നൂറന വഗ്ഫിർ ലനാ. അള്ളാഹുവേ, ഞങ്ങളുടെ വെളിച്ചം ഉണ്ട്, ആ വെളിച്ചം ഒന്നുകൂടി നീ കൂടുതൽ വർദ്ധിപ്പിച്ചു തരണമേ, പൂർത്തിയാക്കി തരണമേ, ഞങ്ങൾക്ക് പുറത്തു തരണമേ. നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം. അള്ളാഹു കൊടുക്കുന്ന ആ വെളിച്ചം അവർ നടന്നു പോകുമ്പോൾ മുമ്പിലുണ്ടാകും, അവർ നടന്നു പോകുമ്പോൾ പിന്നിലുമുണ്ടാകും. എന്നിട്ടാണ് ആ വെളിച്ചം വീണ്ടും നീ കൂട്ടിത്തരണമേ എന്നവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. അതാണ് ആ വെളിച്ചം. ആ വെളിച്ചം കിട്ടാൻ എന്ത് വേണം? പള്ളിയിലേക്ക് നടന്നു പോകണം. അത് ഇരുട്ടുള്ള സമയങ്ങളിൽ, വിഷമം പിടിച്ച സന്ദർഭങ്ങളിൽ പള്ളിയിലെത്തുന്ന ആളുകൾക്ക് താമായ വെളിച്ചം, പൂർണ്ണമായ വെളിച്ചം അള്ളാഹു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ പള്ളിയിലേക്ക് വരണം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വളുവെടുത്ത് അവിടെ നിന്ന് സുന്നത്ത് നമസ്കരിച്ച് ജമാഅത്ത് നമസ്കാരത്തിനായി നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ നടക്കുന്ന ഓരോ കാലടികളും, ഉയർത്തുന്ന ഓരോ കാലടിക്കും നിങ്ങൾക്ക് പദവികൾ വർദ്ധിക്കും. താഴ്ത്തിവെക്കുന്ന ഓരോ കാലടികൾക്കും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും. എന്താ സഹോദരന്മാരെ, ഇതിലെന്താ നിങ്ങൾക്ക് വേണ്ടത്? അപ്പൊ ഇത്ര പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഓരോ കാലടികൾക്ക് പോലും പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്. എത്ര ദൂരെയാണോ താമസിക്കുന്നത്, അവർ പള്ളിയുടെ അടുക്കലേക്ക് മാറാൻ നബിയോട് അനുവാദം ചോദിച്ചപ്പോൾ വേണ്ട, നിനക്ക് ഏറ്റവും ഹൈറ് കുറച്ച് ദൂരത്ത് താമസിക്കുന്നതാണ്. കാരണം ആ പള്ളിയിലേക്ക് നീ നടന്നു വരുന്ന ഓരോ കാലടികളും പ്രതിഫലാർഹമാണ്. നിന്റെ കുറ്റങ്ങൾ പൊറുക്കും, നിനക്ക് പ്രതിഫലങ്ങൾ വർദ്ധിക്കും. ഇങ്ങനെയുള്ള ആ പള്ളികൾ, അവിടെ അള്ളാഹുവിൻ്റെ നാമം പ്രകീർത്തിക്കപ്പെടുകയും അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വിധം ഖുർആൻ ക്ലാസ് നടക്കുകയും ചെറുപ്പക്കാരായ, പ്രത്യേകിച്ച് 15 വയസ്സിൻ്റെയും 25 വയസ്സിൻ്റെയും ഒക്കെ ഇടയിലുള്ള ചെറുപ്പക്കാർക്ക് പ്രത്യേകമായി പരിശീലനമായി സിയാരി നടത്തുകയും മുതിർന്ന ആളുകൾക്ക് QHLS അല്ലെങ്കിൽ QHLC, അതായത് ഖുർആൻ ഹദീസ് ലേണിംഗ് സെൻറ്റർ, അത് നടത്തുകയും തസ്കിയത്ത് ക്ലാസ്സുകൾ, തർബിയത്ത് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങൾ, സാധുക്കളെ സഹായിക്കൽ, വിഷമവും ബുദ്ധിമുട്ടുമുള്ള ആളുകൾക്ക് പരിഹാരം ആ പള്ളികളിലുണ്ട്. അതിനുവേണ്ടിയുള്ള സംവിധാനം അവിടെ ഒരുക്കി വെക്കൽ, ഇതൊക്കെ നിങ്ങളുടെ ചുമതലകളാണ്. ആ ചുമതലകൾ ഭംഗിയായി ആത്മാർത്ഥമായി നിർവഹിക്കുന്ന പക്ഷം ഇത് വളരെ പെട്ടെന്ന് ഈ നാട്ടുകാരിൽ പ്രതിഫലനമുണ്ടാക്കും. ഒരുപാട് ആളുകൾ ഈ സത്യത്തിലേക്ക് കടന്നു വരും. ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ തൗഹീദിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ വലിയ ഒരളവോളം ആളുകൾ ഇന്നും ഇരുട്ടിൻ്റെ ഉപാസകരാണ്. ആ ഇരുട്ടിൻ്റെ ഉപാസകരെ തൗഹീദിൻ്റെ ഈ മഹാഗേഹത്തിലേക്ക് എത്തിക്കുന്ന വർദ്ധിച്ച ചുമതല, ബാധ്യത നിങ്ങൾക്കുണ്ട്. ഉറങ്ങാൻ പാടില്ല, ഉണർന്നിരിക്കണം. വാൻദിർ അശീറത്തുക്കൽ അഖ്റബീൻ, അടുത്ത ആൾക്കാരെ എന്ത് ചെയ്യണം? ദീനിലേക്ക് കൊണ്ടുവരണം. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, പുതപ്പിട്ട് കിടക്കുന്നവനെ എഴുന്നേൽക്കുക,
മുന്നറിയിപ്പ് നൽകുക. ആ മുന്നറിയിപ്പ് നടക്കട്ടെ. പരിസര പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാമിക പരിപാടികൾ സംഘടിപ്പിക്കപ്പെടണം. ജനങ്ങൾക്ക് ഉപദേശം കിട്ടിയാൽ നന്നാവും. ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. അതുകൊണ്ട് വബശ്ശിർ ഇബാദ്, എൻ്റെ അടിമകൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കണം. അല്ലദീന യസ്തമിഊനൽ ഖൗൽ, അവർ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കും. ഫയത്തബിഊന അഹ്സന, ആ പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും നല്ലത് അവർ പിൻപറ്റും. ഉലായിക, അവരാണ് യഥാർത്ഥത്തിൽ വബശ്ശിർ അല്ലദീന യത്തബിഊന അഹ്സന ഉലായിക ഹുമുൽ അൽബാബ്, അവരാണ് ബുദ്ധിയുള്ള ആളുകൾ, അവർക്കാണ് അള്ളാഹുവിന് പ്രതിഫലമുള്ളത് എന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നു. സഹോദരന്മാരെ, അതുകൊണ്ട് ഈ പള്ളികളിൽ നിന്ന് നല്ല വാർത്തകൾ കേൾക്കാനും നല്ല ന്യൂസുകൾ കിട്ടാൻ, നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഉയർന്നു പോകുന്ന ഒരു വലിയ സ്ഥാപനമായി മസ്ജിദ് തൗഹീദ് മാറട്ടെ എന്ന് അള്ളാഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതിനുവേണ്ടി പണം സംഭാവന ചെയ്തവർ, ഇതിനുവേണ്ടി ശാരീരികമായ അധ്വാനം നൽകിയവർ, ഇതിനുവേണ്ടി ഉപദേശം നൽകിയവർ, ഇതിൻ്റെ ഓരോ കല്ലുകൾക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ സഹോദരന്മാർക്കും, ഈ നാട്ടുകാർക്കും പരിസരത്തുള്ളവർക്കും എല്ലാ സഹകാരികൾക്കും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അവൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചിട്ട് തരുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക റസൂലിക മുഹമ്മദ്.